ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബേബീസിൻ്റെ കുട്ടികളുടെ പെൺകുട്ടികളുടെ അജിയോ ഹോളാണ് കേട്ടോ. പെൺകുട്ടികളുടെ കുറച്ച് ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാവയ്ക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് ഡ്രസ്സിൻ്റെ റിവ്യൂസാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് അധികം നാളായിട്ട് നമ്മൾ യൂസ് ചെയ്ത് നമുക്കതിൽ നിന്ന് തോന്നിയ എന്താണോ നമുക്ക് തോന്നിയത്, നല്ലതാണോ പൊട്ടിയാണോ എന്നൊക്കെയുള്ളതാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കട്ടെ. അതിന് മുമ്പായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവണേ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കോട്ടൻ്റെ ഉടുപ്പാട്ടോ. ഇത് പക്ക നല്ല അടിപൊളി കോട്ടൻ്റെ ഉടുപ്പാട്ടോ. പ്യുവർ കോട്ടനാണ്. പിന്നെ ഇവിടെ കുറച്ച് പൂവൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കുറച്ച് ഫ്ലീറ്റ്സ് ഒക്കെ പോലെ ഇങ്ങനെ സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫ്ലീറ്റൊക്കെ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് കാണാൻ നല്ല അടിപൊളി കേട്ടോ. ബട്ടനാണ് കൊടുത്തേക്കുന്നത്. ബട്ടനൊക്കെ വെച്ചിട്ടേക്കാം. അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് മുകളിലത്തെ ബട്ടൻ്റെ നമ്മൾ ബട്ടൺ പൂട്ടത്തില്ലേ, അത് ഇങ്ങനെയല്ല സാധാരണ ഇരിക്കുക, അത് ഇങ്ങനെയാട്ടോ വെച്ചേക്കുന്നത്. മുകളിലത്തെ മാത്രം, ബാക്കിയൊക്കെ നോർമലായിട്ടോ. പിന്നെ ഇവിടെ കണ്ടോ ബാക്കിലിങ്ങനെ ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ബാക്കിലിങ്ങനെ ബട്ടനൊക്കെ ആയിട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. ആകെ ലൈനിങ് ഒന്നും ഇല്ല കേട്ടോ. മുകളിലത്തെ ഭാഗത്തും ലൈനിങ് ഇല്ല, ഒട്ടും ലൈനിങ് ഇല്ല കേട്ടോ. ലൈനിങ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒറ്റ തുണിയില്ല, നമ്മളിങ്ങനെ പെറ്റിക്കോട്ടൊക്കെ അടിക്കത്തില്ലേ അതുപോലെ. പക്ഷെ അതിലേക്കാളും ഇച്ചിരി കൂടെ കട്ടിയുള്ള മെറ്റീരിയൽ. പക്ഷെ പെറ്റിക്കോട്ടൊന്നും ഇട്ട് കൊടുക്കാൻ ഇഷ്ടമില്ല. പുറത്ത് പോകുമ്പോൾ പെറ്റിക്കോട്ടൊന്നും വേണ്ട. നമുക്ക് നോർമലി പെറ്റിക്കോട്ടൊക്കെ പോലത്തെ ഒരു ഡ്രസ്സ്, അല്ലെങ്കിൽ ഭയങ്കര കനം കുറഞ്ഞിട്ടുള്ള ഡ്രസ്സ്, ചൂടൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ആയിരിക്കുമല്ലോ പിള്ളേർക്ക് ഭയങ്കര കംഫർട്ടബിൾ. അപ്പോൾ അങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാട്ടോ. മസ്റ്റായിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും നല്ല അടിപൊളി മെറ്റീരിയൽ കേട്ടോ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സൈഡിലെങ്ങാനും കൊടുക്കാം കേട്ടോ, സ്ക്രീൻഷോട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ പിന്നെ ഇത് നമ്മൾ ഡെനിം മെറ്റീരിയൽ കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡെനിം മെറ്റീരിയൽ. ജംസൂട്ടിൻ്റെ ഷോർട്ട് ഉണ്ടല്ലോ, അതാ സംഭവം വന്നേക്കണേ. ഇതിനും ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടനൊക്കെ കൊടുത്തേക്കാം കേട്ടോ. ഫ്രണ്ടിൽ ബട്ടൺ കൊടുത്തേക്കാം. ഇതിനൊരു ബെൽറ്റ് ഉണ്ടായിരുന്നു, ബെൽറ്റ് എവിടെയോ പോയി. പുള്ളിക്കാരി വലിച്ചിട്ട് ഇങ്ങനെ ബെൽറ്റ് ഇടാൻ പറ്റുമായിരുന്നു, പുള്ളിക്കാരി വലിച്ച് എവിടെയോ കളഞ്ഞു ബെൽറ്റ്. പിന്നെ ഇങ്ങനെ കൈയുടെ അവിടേക്ക് ഇങ്ങനെ കുഞ്ഞു ഈ ഞെറിവൊക്കെ പോലെ അത് കൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ രണ്ട് സൈഡിൽ പോക്കറ്റ് ഉണ്ട്. പാൻറ്റിന് ഇവിടെയും പോക്കറ്റ് ഉണ്ട്, ഫ്രണ്ടിലും പോക്കറ്റ് ഉണ്ട്. രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. ഇവിടെ രണ്ടിടത്തും ഉണ്ട് പോക്കറ്റ്, ഇവിടെ രണ്ടിടത്തും ഉണ്ട് പോക്കറ്റ്. അങ്ങനെ കുടുക്കൊക്കെ ഇട്ടിട്ടിടാൻ പറ്റുന്നുണ്ട്. ഇത് പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെ സൈസ് വിട്ടിട്ട് ഒരു പൊടി വലിയ സൈസ് ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൽ 18 മുതൽ 18 സൈസാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. കുറച്ച് വലുതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു പേഴ്സണലി. അങ്ങനെ മറ്റേതൊക്കെ നമുക്ക് പെർഫെക്റ്റ് സൈസ് എടുത്താൽ മതി കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഡ്രസ്സ് യെല്ലോ കളർ ഡ്രസ്സാട്ടോ. എന്ത് രസമെന്നറിയ കാണാൻ. ഇതിൻ്റെ അതിൽ കാണുന്ന ഫോട്ടോ ഒന്നും അല്ല, നേരിട്ട് സാധനം വേറെ ലെവലാണ്. അപ്പോൾ ഈ ക്യാമറയിൽ കാണുന്ന കളറും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കളറും അല്ല കേട്ടോ, ആക്ച്വൽ കളർ വേറെയാ. ചെറിയ കിട്ടുന്നുണ്ടോന്ന് ഇല്ല, ആക്ച്വൽ കളർ കിട്ടത്തില്ല കേട്ടോ. ഇതൊരു ലൈറ്റ് ബ്രൈറ്റ് യെല്ലോ കേട്ടോ. ലൈറ്റ് ഭയങ്കര ലൈറ്റ് അല്ല, ബ്രൈറ്റ് ആണെന്ന് വെച്ചാൽ ബ്രൈറ്റും ആണ്. ഭയങ്കര കുത്തുന്ന ബ്രൈറ്റ് അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഒരു പ്രത്യേകതരം യെല്ലോ ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുഞ്ഞ് യെല്ലോ കളർ ഇങ്ങനെ പോൾസ് അങ്ങനെ സംഭവം ഉണ്ടല്ലോ, എന്താ പറയുകയെന്ന് എനിക്കറിയത്തില്ല. ആ സംഭവം ഇങ്ങനെ കുഞ്ഞിതായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. കണ്ടോ. പിന്നെ ഇവിടെ ഫുള്ള് ഇങ്ങനെ നമ്മൾ എലാസ്റ്റിക് വെച്ചിട്ട്, കുഞ്ഞ് എലാസ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യത്തില്ല, ഇങ്ങനെ അങ്ങനത്തെ സംഭവം കേട്ടോ. ഇങ്ങനെ വലിയില്ലേ ആ സംഭവം കേട്ടോ. ഫുള്ള് ഇവിടെ വരെ ഈ ഒരു പൂഷ്യം വരെ കൊടുത്തേക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. ഉണ്ട് ഇവിടെ വരെ അങ്ങനെയാണ്. പിന്നെ നോർമലി ഇതും ജംസ്യൂട്ടാണ് കേട്ടോ. നോർമലി ഇങ്ങനെ പോയേക്കുന്ന അടിയിൽ കുഞ്ഞിതായിട്ട് ജംസ്യൂട്ടിൻ്റെ അത്രയും ട്രൗസർ ജംസ്യൂട്ട് അത്രയും വലിയ ഷോർട്ടായിട്ടുള്ള അതാട്ടോ. പിന്നെ ഇവിടെയും നമുക്കൊരു കുഞ്ഞു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പോക്കറ്റിന് നേരത്തെ കണ്ട ബോൾസ് പോലത്തെ സംഭവം അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വള്ളിയാണ് കൊടുത്തേക്കുന്നത്, മുകളിൽ ഇങ്ങനെ ടൈ ചെയ്യാനായിട്ട് വള്ളിയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. നമുക്ക് ബീച്ചിലൊക്കെ പോകുമ്പോഴാനും അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്യുമ്പോൾ പിള്ളേർ ഭയങ്കര കംഫർട്ടബിളായിട്ട് ഡ്രസ്സ് ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഡ്രസ്സാട്ടോ. അടിപൊളി ഡ്രസ്സാണ്. മസ്റ്റ് ഹാവ് ആണെന്ന് പറയില്ലേ, പിള്ളേരൊക്കെ ഉള്ളവർക്ക് മസ്റ്റ് ഹാവ്. അത്ര അടിപൊളി ഡ്രസ്സാണ്. ഭയങ്കര കുഞ്ഞായിട്ട് നമുക്കിങ്ങനെ കൈ പിടിക്കാം. പിന്നെ പിള്ളേരുടെ ഡ്രസ്സ് ആകുമ്പോൾ കൈ പിടിക്കാം, ഒരുപാട് സ്ഥലമൊന്നും വേണ്ടല്ലോ. അങ്ങനെ അടുത്തതായിട്ട് നമുക്ക് ഒരു ടൗസർ കേട്ടോ. കൊണ്ടോളേ കുറച്ച് ഫ്രീക്ക് തീയിട്ട് പോകാൻ പറ്റിയ നല്ല ഫ്രീക്ക് കൈൻഡ് ഓഫ് ആയിട്ടുള്ള ഒരു ടൗസർ കേട്ടോ. ഇതിൻ്റെ ഇവിടെ ചെറിയൊരു ഡിസൈനൊക്കെ പോയിട്ടുണ്ട്. അപ്പുറത്തുകൊണ്ട് 2 പോക്കറ്റിൻ്റെ അവിടെയാട്ടോ ഡിസൈൻ. ബാക്കിലും ഉണ്ട് 2 പോക്കറ്റ്. അങ്ങനെ ഒരു വെൽവെറ്റ് ടച്ച് വരുന്ന പോലത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ജീൻസ് കേട്ടോ. ഉള്ളിലും അങ്ങനെ തന്നെയാണ്, നല്ല സോഫ്റ്റാണ്. വളരെ സോഫ്റ്റാണ്. നമ്മൾ സാധാരണ വലിയവരുടെ ജീൻസിൻ്റെ മെറ്റീരിയൽ അല്ല,
ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. പിന്നെ ഇങ്ങനെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെട്ടിയിട്ട് സംഭവം വെട്ടി ഇങ്ങനെ നിർത്തിയിട്ട് അതിനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. എലാസ്റ്റിക്കൊക്കെ അടിപൊളി. പിന്നെ നമുക്ക് ബെൽറ്റൊക്കെ ഇടണമെങ്കിൽ ബെൽറ്റൊക്കെ ഇടാം. ബെൽറ്റൊന്നും ഇതിൻ്റെ കൂടെ ഇല്ല കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. ഇതിന് ഞാൻ ഇടാൻ വാങ്ങിച്ചത് ഈ ഒരു സംഭവം കേട്ടോ. ഇതിനെല്ലാത്തിൻ്റെയും പ്രൈസ് ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാം. അപ്പം പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഇടാൻ വാങ്ങിച്ചാൽ കേട്ടോ ഇത് നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ വീട്ടിലിട്ട് കൊടുക്കാം കേട്ടോ. ആൾ ചോക്ലേറ്റൊക്കെ പുറത്ത് പോകുമ്പോൾ ചോക്ലേറ്റും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അവരുടെ ഡ്രസ്സിലാവുമല്ലോ. അപ്പം മുകളിലത്തെ ഭാഗമൊക്കെ പെട്ടെന്ന് അഴുക്കായി പോകും. അപ്പം അങ്ങനെ ആകെ കണ്ടോ, അങ്ങനെ ആകെ അഴുക്കായി നാശകോശമായി. പക്ഷെ നല്ല രസമായിരുന്നു. ഫുൾ കൈ ഹാൻഡ്സും കുഞ്ഞി 3 പൂച്ചകളും ഒക്കെ ആയിട്ട് കാണാൻ നല്ലൊരു ക്യൂട്ട് സിമ്പിൾ ആയിട്ടുള്ള കേട്ടോ. ഇതിനെന്തോ 250 അത്ര ഉണ്ടാകുന്നുള്ളൂ റേറ്റ്. പക്ഷെ നമുക്ക് 200 ബിലു ആട്ടോ കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ കുറേ ടീഷർട്ട് വാങ്ങിച്ചൊക്കെയാണെങ്കിൽ നമുക്ക് ഒരുപാട് അത് 3-4 പാൻറ്റും ട്രൗസറൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് വേറെ കൊടുക്കാം. അടിപൊളിയാട്ടോ. ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നതാണ്. പിന്നെ ഇത് വേറെ ലെവൽ ഡ്രസ്സാട്ടോ. ഇത് ഒരു എന്താ പറയുക, ഇത് ഞാൻ കുറച്ച് ഓവർ സൈസ് വാങ്ങിച്ചു പോയതാട്ടോ. ഞാൻ ഒരു 18 മാസം മുതൽ 24 മാസം വരെയുള്ള സൈസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങിച്ച സമയത്ത്. പക്ഷെ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഓൾട്ടർ ചെയ്യേണ്ടി വന്നു. നമ്മളെ കറക്റ്റ് സൈസ് എത്രയാണോ ആ സൈസ് തന്നെ വാങ്ങിച്ചാൽ മതി. ഇത് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടാവും കേട്ടോ ഡ്രസ്സ്. ആ സൈസ് തന്നെ വാങ്ങിച്ചാൽ പോലും നമുക്ക് അത്യാവശ്യം ഇടാൻ പറ്റും. നല്ല അടിപൊളി കോട്ടനാണ്, പ്യുവർ കോട്ടനാണ്. നല്ല അടിപൊളി മെറ്റീരിയലാണ്. ഇവിടെ ഇങ്ങനെ ബട്ടർഫ്ലൈ പോലത്തെ ഹാൻഡ്സിൻ്റെ അവിടെ അല്ല കേട്ടോ. അത് ഇവിടെ നിന്നേ ഇങ്ങനെ ഇഞ്ഞൊരിഞ്ഞ് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അത് കൈയും കൂടി എത്തുമ്പോൾ കുറച്ചും കൂടി തുണിക്ക് വീതി വരുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഇത് നിറച്ചഴുക്കായി ഇട്ടിട്ടിട്ടിട്ടിട്ട് നിറച്ചഴുക്കായി വെച്ചേക്കാം. ഇപ്പോൾ വീട്ടിലാണ്. അല്ലാതെ നമുക്ക് പുറത്തൊന്നും ഇട്ടെടുക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ ടെക്ക് അടിച്ചു, സൈഡ് അടിച്ചു. കാരണം ഞാൻ കുറച്ച് വലിയ സൈസ് എടുത്തായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ആൾക്കൊക്കെയാണ്. പക്ഷെ ആ സമയത്ത് കുറേ വലിയ സൈസ് എടുത്ത കാരണം ആൾക്ക് ഭയങ്കര ലൂസായിരുന്നു. അപ്പോൾ ഞാൻ ടെക്ക് അടിച്ചു, സൈഡ് അടിച്ചു, അങ്ങനെയൊക്കെ അടിച്ചിട്ടാട്ടോ കിടണം. ഇത് ബാക്കാണ്. ഇതിൻ്റെ ബട്ടൺ വരുന്നത് ബാക്കാട്ടോ. ബട്ടണൊക്കെ നല്ല അടിപൊളി ബട്ടണാട്ടോ. കണ്ടോ, നല്ല അടിപൊളി ബട്ടൺ ഡീറ്റെയിൽസൊക്കെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ഇതിന് വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് അടിയിൽ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സോഫ്റ്റ് നെറ്റിൻ്റെ ലൈനിങ് ഉണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് കട്ടിയുള്ള നല്ല കട്ടിയുള്ള പെറ്റിക്കോട്ട് അടിക്കാനൊക്കെ മെറ്റീരിയൽ ഉണ്ട്. പണ്ടത്തെ കോട്ടൻ്റെ ഒക്കെ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ലൈനിങ് പോയിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ളായിട്ട് വരുന്നുണ്ട്, ബോഡി ഫുള്ളായിട്ട്. അപ്പർ പോർഷനും ലോവർ പോർഷനിലൊക്കെ എന്താ പറയുക ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. സാധാരണ ഉടുപ്പിൽ കുട്ടികൾക്ക് ഭൂരിഭാഗം മുകളിൽ നല്ല ലൈനിങ് ആയിരിക്കും, താഴേക്ക് വരുമ്പോൾ അത്ര നല്ല ലൈനിങ് ഒന്നും ആയിരിക്കില്ല. പക്ഷെ ഇതങ്ങനെയല്ല, കംപ്ലീറ്റ് നല്ല സോഫ്റ്റ് ലൈനിങ്ങാണ്. ആ നെറ്റിൻ്റെ ഇറിറ്റേഷൻ അറിയാതിരിക്കാൻ നെറ്റ് ഈ തുണിയുടെയും ലൈനിങ്ങിൻ്റെയും ഇടയിൽ കുറച്ച് ഭാഗം മാത്രമേ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. ഇച്ചിരി വെയിറ്റ് ഉണ്ട് ഉടുപ്പിന്, ഇച്ചിരി വെയിറ്റ് ഉണ്ട് കേട്ടോ. മറ്റേതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് ഇത്തിരി ഉടുപ്പിന് വെയിറ്റ് ഉണ്ട്. പക്ഷെ നല്ല നല്ല പ്യൂർ കോട്ടണിൽ നല്ല മെറ്റീരിയൽ, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെൽവെറ്റ് ആ ഒരു ടച്ചും കൂടി വരുന്നുണ്ട് കോട്ടൻ്റെ കൂടെ കേട്ടോ. പിന്നെ ഇതൊരു ബാർബി കൈൻഡ് ഓഫ് ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ കളറ് വൈറ്റ് ആയ കാരണം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ ഡ്രസ്സാണ് കേട്ടോ. കുറേ ഫ്ലീറ്റ്സ് ഒക്കെ ആയിട്ടുള്ള ഇങ്ങനെ ഫ്ലെയർ ഒക്കെ ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് വർക്ക് പോകുന്നത് ഇങ്ങനെയൊക്കെ കേട്ടോ. ഇങ്ങനത്തെ സംഭവം വെച്ചിട്ട് അതിനിടെ ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് പിന്നെ ഇങ്ങനെ കുറച്ച് ഡിസൈനൊക്കെ ഇങ്ങനെ പോയിട്ട് പിന്നെ ഇവിടെ തൊട്ട് ട്രാൻസ്പെറൻ്റ് ആട്ടോ. ഇത്ര ഭാഗം ട്രാൻസ്പെറൻ്റ് ആണ്. ബാക്കിൽ ട്രാൻസ്പെറൻ്റ് അല്ല, ലൈനിങ് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. ഫ്രണ്ടിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടോ വരണേ. അത്ര ഭാഗം മാത്രമേ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നുള്ളൂ, ബാക്കിയൊക്കെ ലൈനിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ലൈനിങ് ഒക്കെ ആട്ടോ ഉള്ളിൽ വെച്ചേക്കുന്ന. നല്ല സോഫ്റ്റ് ലൈനിങ്, പ്യൂർ കോട്ടൻ്റെ സോഫ്റ്റ് ലൈനിങ്ങാണ്. അപ്പം പിള്ളേർക്കായാലും ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള നെറ്റൊന്നും അല്ല കേട്ടോ. കുഴപ്പമില്ലാത്ത നെറ്റൊക്കെ തന്നെ കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി വരുന്നുണ്ട്. ഇതിനെന്താ 1000 മേലെ വരുന്നുണ്ട് ഈ ഐറ്റംസിന്. പക്ഷെ നമുക്കിത് ഒരു 400 ആ റേറ്റിലൊക്കെ കിട്ടും കേട്ടോ അജിയോ ഒന്ന് വാങ്ങിക്കുകയാണെങ്കിൽ. അപ്പോൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാളും ഒരു 500 ബിലോ അല്ല 500 നമുക്ക് അതിലും ലാഭത്തിൽ നമുക്ക് അജിയോ വഴി കിട്ടും കേട്ടോ. നല്ല അടിപൊളി മെറ്റീരിയലാണ്. എല്ലാം തന്നെ നല്ല അടിപൊളി മെറ്റീരിയൽ. ഫസ്റ്റ് കാണിച്ച പെറ്റിക്കോട്ടിൻ്റെ മെറ്റീരിയലൊക്കെ ഇല്ല, അതൊക്കെ വേറെ ലെവലാണ്. നമുക്ക് പെറ്റിക്കോട്ട് പെറ്റിക്കോട്ട് അല്ലാതെ ഉടുപ്പാണ്. പക്ഷെ പെറ്റിക്കോട്ട് ഇട്ട് കൊടുക്കുന്നതിന് പകരം അത് ഇട്ട് കൊടുക്കാം, കാരണം അത്രയല്ലേ റേറ്റും വരുന്നത്. അപ്പോൾ ഇട്ട് കാണുമ്പോൾ ഒരു ഉടുപ്പാണ്, പെറ്റിക്കോട്ടിട്ട ഫീലോ അല്ല. അന്ന് പക്ക പെറ്റിക്കോട്ടിട്ട പോലെ ആയിരിക്കും കുട്ടികൾക്ക് അത് ഫീൽ ചെയ്യാം.
അത്യാവശ്യത്തിന് കാറ്റ് കിട്ടുമ്പോൾ റിലാക്സ് ആണ് ടൈറ്റ് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, കാണാൻ ഒരു ക്യൂട്ട്നെസ്സും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള കാര്യം കേട്ടോ. എനിക്ക് തോന്നുന്നു പെറ്റിക്കോട്ട് വാങ്ങിക്കുന്ന അതേ പൈസ തന്നെയല്ലേ, അപ്പോൾ നമ്മൾ പെറ്റിക്കോട്ടിലേക്ക് പോകണ നേരം ഇതിലേക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ, അജിയോ വഴി വാങ്ങിച്ചു നോക്കട്ടോ. ഇത് അജിയുടെ പ്രൊമോഷനൊന്നുമല്ല കേട്ടോ, എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എനിക്കിഷ്ടമായ കാര്യങ്ങളൊക്കെ കേട്ടോ പറയുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കൂടാതെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണം, എന്തൊക്കെയാണ് നിങ്ങൾ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, ലവ് യു ഓൾ.